ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് ഉപയോഗിച്ച് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എടുക്കുന്നത് കൺസിഡർ ദി സെക്കൻഡ് ഓർഡർ നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഒരു നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുത്തിരിക്കുന്നതാണ്. ഒരു സെക്കൻഡ് ഓർഡറിലുള്ള ഒരു നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് നമ്മൾ ഇതിനു വേണ്ടി എടുക്കുന്നത്. ഇപ്പോൾ d²y/dx² പ്ലസ് p ഇൻറ്റു dy/dx പ്ലസ് qy ഈക്വൽ ടു ക്യാപിറ്റൽ R. ഈ നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന് 2 ടൈപ്സ് സൊല്യൂഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് കോംപ്ലിമെൻ്ററി ഫംഗ്ഷനാണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പർട്ടിക്കുലർ ഇൻ്റഗ്രലാണ്. അപ്പോൾ അതിൻ്റെ ജനറൽ സൊല്യൂഷൻ നമ്മൾ എങ്ങനെ എഴുതാം? y ഈക്വൽ ടു കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ പ്ലസ് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ. ഈ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് LHS 0 ഇക്വേറ്റ് ചെയ്യണം. ഇപ്പോൾ d²y/dx² പ്ലസ് p ഇൻറ്റു dy/dx പ്ലസ് qy ഈക്വൽ ടു 0. ഫംഗ്ഷൻ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഓക്സിലറി ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയതുകൊണ്ട് ഈ ഓക്സിലറി ഇക്വേഷന് 2 റൂട്ട്സ് ഉണ്ട്. ആ 2 റൂട്ട്സ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് m1 ആൻഡ് m2. ഇപ്പോൾ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ ഈക്വൽ ടു c1y1 പ്ലസ് c2y2. ഇപ്പോൾ c1ൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഇക്വേഷൻ നമ്മൾ y1 എന്ന് കൊടുക്കും. c2ൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് നമ്മൾ y2 എന്ന് കൊടുക്കും. അതിനെയാണ് നമ്മൾ y1 y2 എന്നെല്ലാം ഡിനോട്ട് ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് വൺ പർട്ടിക്കുലർ ഇൻ്റഗ്രലിൻ്റെ ഫോർമുലയാണ് -y1 ഇൻറ്റു ഇൻ്റഗ്രൽ y2r/w ഇൻറ്റു dx ടു ഇൻ്റഗ്രൽ y1r/w ഇൻറ്റു dx. ഈ ക്യാപിറ്റൽ R എന്ന് പറയുന്നത് ഈ റൈറ്റ് സൈഡിലുള്ള ഫംഗ്ഷനാണ് ക്യാപിറ്റൽ R. -a/y1 പ്ലസ് b/2. ഇനി w എന്ന് പറയുന്നത് എന്താണ്? റോൺസ്കിയൻ ഓഫ് y1 ആൻഡ് y2. അപ്പോൾ റോൺസ്കിയൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഡിറ്റർമിനൻറ്റ് y1 y2 y1 ഡാഷ് y2 ഡാഷ് ഇസ് നോട്ട് ഈക്വൽ ടു 0. ഡിനോമിനേറ്റർ 0 ആയാൽ നോട്ട് ഡിഫൈൻഡ് ആയി പോകും. a ഈക്വൽ ടു ഇൻ്റഗ്രൽ y2r/w ഇൻറ്റു dx ആൻഡ് ക്യാപിറ്റൽ b ഈക്വൽ ടു ഇൻ്റഗ്രൽ y1r/w ഇൻറ്റു dx. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് ഈ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കുന്നത് യൂസിങ് മെത്തേഡ് ഓഫ് വേരിയേഷൻ പാരാമീറ്റേഴ്സ് സോൾവ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പം അങ്ങനെ വരുന്ന ക്വസ്റ്റ്യനിലാണ് നമ്മൾ ഈ ഫോർമുല യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് പ്രോബ്ലം സോൾവ് d² പ്ലസ് a² ഇൻറ്റു y ഈക്വൽ ടു tan ax ബൈ ദ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ്. ഫസ്റ്റ് ഒന്ന് ഓക്സിലറി ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. m² പ്ലസ് a² ഈക്വൽ ടു 0, m ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ai. ഇപ്പോൾ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എന്ന് പറയുന്നത് e⁻0x ഇൻറ്റു c1 cos ax പ്ലസ് c2 sin ax. ഇപ്പോൾ e⁻0x എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ c1 cos ax പ്ലസ് c2 sin ax. ഇപ്പോൾ c1y1 പ്ലസ് c2y2. ഇപ്പോൾ c1ൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നതിന് cos ax, അതിനെ y1 എന്ന് ഡിനോട്ട് ചെയ്യുക. ഇപ്പോൾ c2ൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നതിന് y2 എന്ന് ഡിനോട്ട് ചെയ്യുക. ഇനി w നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഡിറ്റർമിനൻറ്റ് y1 y2 y1 ഡാഷ് y2 ഡാഷ്. ഇപ്പോൾ ഡിറ്റർമിനൻറ്റ് cos ax sin ax. ഇനി cos axൻ്റെ ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്ക് cos xൻ്റെ അറിയാം മൈനസ് sin x ആണ്. ഇപ്പോൾ cos ax ആണെങ്കിലോ -a sin ax. ഇനി sin ax ആണെങ്കിൽ എന്താണ്? sin θ ആണെങ്കിൽ cos θ ആണ്. അപ്പോൾ sin ax ആണെങ്കിൽ a ഇൻറ്റു cos ax. a ഇൻറ്റു cos സ്ക്വയർ ax പ്ലസ് a ഇൻറ്റു sin സ്ക്വയർ ax. a കോമൺ ഫാക്ടർ ആണ്. a ഇൻറ്റു cos സ്ക്വയർ ax പ്ലസ് sin സ്ക്വയർ ax. അപ്പോൾ cos സ്ക്വയർ θ പ്ലസ് sin സ്ക്വയർ θ എന്ന് പറയുന്നത് 1 ആണ്. ഈക്വൽ ടു a നോട്ട് ഈക്വൽ ടു 0. ഇനി പർട്ടിക്കുലർ ഇൻ്റഗ്രലിൻ്റെ ഫോർമുല എഴുതണം. -y1 ഇൻറ്റു ഇൻ്റഗ്രൽ y2r/w ഇൻറ്റു dx പ്ലസ് y2 ഇൻറ്റു ഇൻ്റഗ്രൽ y1r/w ഇൻറ്റു dx. അപ്പോൾ -a/y1 പ്ലസ് b/2 അത് ഇക്വേഷൻ 1. a ഈക്വൽ ടു ഇൻ്റഗ്രൽ y2r/w ഇൻറ്റു dx ഈക്വൽ ടു ഇൻ്റഗ്രൽ y2 എന്ന് പറയുന്നത് sin ax ആണ്. sin ax ഇൻറ്റു ഇനി ക്യാപിറ്റൽ R എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്യാപിറ്റൽ R എന്ന് പറയുന്നത് tan ax ആണ്. ഇൻ്റഗ്രൽ sin ax ഇൻറ്റു tan ax ഡിവൈഡഡ് ബൈ w എന്ന് പറയുന്നത് a ആണ് ഇൻറ്റു dx. അപ്പോൾ 1/a ഇൻറ്റു ഇൻ്റഗ്രൽ sin ax ഇൻറ്റു tan θ എന്ന് പറയുന്നത് എന്താണ്? sin θ ബൈ cos θ. അപ്പോൾ sin ax ബൈ cos ax ഇൻറ്റു dx.
ഇപ്പോൾ 1/a ഇൻറ്റു ഇൻ്റഗ്രൽ സൈൻ സ്ക്വയർ എ എക്സ് ബൈ കോസ് എ എക്സ് ഇൻറ്റു ഡി എക്സ്. ഇത് സൈൻ സ്ക്വയർ തീറ്റയാണെങ്കിൽ അറിയാം 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റയാണ്. 1/a ഇൻറ്റു ഇൻ്റഗ്രൽ 1 മൈനസ് കോസ് സ്ക്വയർ എ എക്സ് ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു 1/a ഇൻറ്റു ഇൻ്റഗ്രൽ ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ കോസ് എ എക്സ്. ഇപ്പോൾ ഇൻ്റഗ്രൽ 1 ബൈ കോസ് എ എക്സ് എന്താണ് സീക്ക് എ എക്സ് മൈനസ് കോസ് സ്ക്വയർ എ എക്സ് ബൈ കോസ് എ എക്സ്. ഒരു കോസ് അങ്ങ് ക്യാൻസൽ ചെയ്ത് പോവും. കോസ് എ എക്സ് ഇൻറ്റു ഡി എക്സ്. 1/a ഇൻറ്റു ഇൻ്റഗ്രൽ സീക്ക് തീറ്റ എന്താണ് ലോഗ് സീക്ക് തീറ്റ പ്ലസ് ടാൻ തീറ്റ. പക്ഷെ ഇവിടെ സീക്ക് എ എക്സ് എന്നുണ്ട്. ഇപ്പോൾ ലോഗ് സീക്ക് എ എക്സ് പ്ലസ് ടാൻ എ എക്സ് ഡിവൈഡഡ് ബൈ എ മൈനസ് ഇൻ്റഗ്രൽ കോസ് തീറ്റ എന്ന് പറയുന്നത് സൈൻ തീറ്റ. അപ്പോൾ സൈൻ എ എക്സ് ബൈ എ. 1/a സ്ക്വയർ ഇൻറ്റു ലോഗ് സീക്ക് എ എക്സ് പ്ലസ് ടാൻ എ എക്സ് മൈനസ് സൈൻ എ എക്സ്. ഈ ക്യാപിറ്റൽ ബി ഈക്വൽ ടു ഇൻ്റഗ്രൽ y1 r ബൈ ഡബ്ല്യു ഇൻറ്റു ഡി എക്സ്. ഇൻ്റഗ്രൽ കോസ് എ എക്സ് ഇൻറ്റു ടാൻ എ എക്സ് ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ഡി എക്സ്. ഇപ്പോൾ 1/a ഇൻറ്റു ഇൻ്റഗ്രൽ കോസ് എ എക്സ് ഇൻറ്റു സൈൻ എ എക്സ് ബൈ കോസ് എ എക്സ് ഇൻറ്റു ഡി എക്സ്. കോസ് എ എക്സ് അങ്ങ് ക്യാൻസൽ ചെയ്ത് പോവും. ഇപ്പോൾ 1/a ഇൻറ്റു ഇൻ്റഗ്രൽ സൈൻ എ എക്സ് ഇൻറ്റു ഡി എക്സ്. 1/a ഇൻറ്റു മൈനസ് കോസ് എ എക്സ് ബൈ എ. ഇപ്പോൾ മൈനസ് 1/a സ്ക്വയർ കോസ് എ എക്സ്. ഇപ്പോൾ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. മൈനസ് കോസ് എ എക്സ് ഇൻറ്റു 1/a സ്ക്വയർ ഇൻറ്റു ലോഗ് സീക്ക് എ എക്സ് പ്ലസ് ടാൻ എ എക്സ് മൈനസ് സൈൻ എ എക്സ് പ്ലസ് സൈൻ എ എക്സ് ഇൻറ്റു മൈനസ് 1/a സ്ക്വയർ കോസ് എ എക്സ്. ഈ ബ്രാക്കറ്റ് അങ്ങ് റിമൂവ് ചെയ്യുക. അപ്പോൾ മൈനസ് 1/a സ്ക്വയർ കോസ് എ എക്സ് ലോഗ് സീക്ക് എ എക്സ് പ്ലസ് ടാൻ എ എക്സ് പ്ലസ് 1/a സൈൻ എ എക്സ് ഇൻറ്റു കോസ് എ എക്സ് മൈനസ് 1/a സ്ക്വയർ സൈൻ എ എക്സ് ഇൻറ്റു കോസ് എ എക്സ്. ആ 1/a സ്ക്വയർ സൈൻ എ എക്സ് കോസ് എ എക്സ് പറയുന്നത് ക്യാൻസൽ ചെയ്ത് പോവും. ദാറ്റ് ഈസ് y ഈക്വൽ ടു കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ പ്ലസ് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ c1 cos a x പ്ലസ് c2 sin a x മൈനസ് 1/a സ്ക്വയർ cos a x log sec a x പ്ലസ് tan a x. Next question, d square y by dx square plus y equal to cosec x. അപ്പോൾ d by dx ഇക്കട്ടെ ക്യാപിറ്റൽ D. അപ്പോൾ d സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു y ഈക്വൽ ടു cosec x. ഓസ്ലറി ഇക്വേഷൻ എന്താണ് എം സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0. ഇപ്പോൾ എം സ്ക്വയർ ഈക്വൽ ടു -1 ആണ്. എം ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഐ ആണ്. ഇപ്പോൾ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ ഈക്വൽ ടു ഇ റേസ് ടു 0x ഇൻറ്റു c1 cos x പ്ലസ് c2 sin x ഈക്വൽ ടു c1 cos x പ്ലസ് c2 sin x. ഇപ്പോൾ c1ൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നതിനെ y1 എന്ന് ഡിനോട്ട് ചെയ്യുക. c2ൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നതിനെ y2 എന്ന് ഡിനോട്ട് ചെയ്യുക. ഇനി w കാൽക്കുലേറ്റ് ചെയ്യണം. ഡിറ്റർമിനൻറ്റ് y1 y2 y1 ഡാഷ് y2 ഡാഷ്. ഇപ്പോൾ ഡിറ്റർമിനൻറ്റ് cos x sin x. ഇനി cos xൻ്റെ ഡിഫറൻസിയേഷനാണ് മൈനസ് സൈൻ എക്സ്. സൈൻ എക്സിൻ്റെ ഡിഫറൻസിയേഷനാണ് cos x. ഇപ്പോൾ cos സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 നോട്ട് ഈക്വൽ ടു 0. പർട്ടിക്കുലർ ഇൻ്റഗ്രൽ ഈക്വൽ ടു മൈനസ് y1 ഇൻറ്റു ഇൻ്റഗ്രൽ y2 r ബൈ w ഇൻറ്റു ഡി എക്സ് പ്ലസ് y2 ഇൻറ്റു ഇൻ്റഗ്രൽ y1 r ബൈ w ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു മൈനസ് a y1 പ്ലസ് b y2. a ഈക്വൽ ടു ഇൻ്റഗ്രൽ y2 r ബൈ w ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സൈൻ എക്സ് ഇൻറ്റു കൊസീക് എക്സ് ഇൻറ്റു ഡി എക്സ്. ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് കൊസീക് എക്സ് ആണ്. ഇനി ഡബ്ല്യു എന്ന് പറയുന്നത് 1 ആണ്. ഇൻ്റഗ്രൽ സൈൻ എക്സ് ഇൻറ്റു കൊസീക് എക്സ് ഇൻറ്റു ഡി എക്സ് ഡിവൈഡഡ് ബൈ 1. ഇൻ്റഗ്രൽ സൈൻ എക്സ് ഇൻറ്റു കൊസീക് എക്സ് എന്ന് പറയുന്നത് 1 ബൈ സൈൻ എക്സ് ആണ്. അപ്പോൾ സൈൻ എക്സ് അങ്ങ് ക്യാൻസൽ ചെയ്ത് പോവും. അപ്പോൾ ഇൻ്റഗ്രൽ ഡി എക്സ് ഈക്വൽ ടു എക്സ്. ക്യാപിറ്റൽ ബി ഈക്വൽ ടു ഇൻ്റഗ്രൽ y1 r ബൈ w ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ കോസ് എക്സ് ഇൻറ്റു കൊസീക് എക്സ് ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു ഡി എക്സ്. ഇൻ്റഗ്രൽ കോസ് എക്സ് ഇൻറ്റു ഇനി കൊസീക് എക്സ് എന്താണ് 1 ബൈ സൈൻ എക്സ്. അപ്പോൾ ഇൻ്റഗ്രൽ കോട്ട് എക്സ് ഡി എക്സ്. അപ്പോൾ ഇൻ്റഗ്രൽ കോട്ട് എക്സ് എന്ന് പറയുന്നത് ലോഗ് സൈൻ എക്സ്. പർട്ടിക്കുലർ ഇൻ്റഗ്രൽ ഈക്വൽ ടു മൈനസ് കോസ് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് സൈൻ എക്സ് ഇൻറ്റു ലോഗ് സൈൻ എക്സ്. ഇപ്പോൾ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് y ഈക്വൽ ടു കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ പ്ലസ് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ. ഇപ്പോൾ c1 കോസ് എക്സ് പ്ലസ് c2 സൈൻ എക്സ് മൈനസ് എക്സ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഇൻറ്റു ലോഗ് സൈൻ എക്സ്.
Third question. Solve d square plus 1 into y equal to sec square x by the method of variation of parameters. Auxiliary equation എന്ന് പറയുന്നത് എം സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0. ഇപ്പോൾ എം സ്ക്വയർ ഈക്വൽ ടു -1 ആണ്, എം ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഐ. ഇപ്പോൾ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്ന് പറയുന്നത് c1 cos x പ്ലസ് c2 sin x. c1ന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന y1 എന്ന് കൊടുക്കുക, c2ന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നതിന് y2 എന്ന് കൊടുക്കുക. ഇപ്പോൾ w is equal to ഡിറ്റർമിനന്റ് y1 y2 y1 dash y2 dash. ഇപ്പോൾ ഡിറ്റർമിനന്റ് cos x sin x മൈനസ് sin x cos x. ഇപ്പോൾ cos square x പ്ലസ് sin square x ഈക്വൽ ടു 1 നോട്ട് ഈക്വൽ ടു 0. പർട്ടിക്കുലർ ഇൻ്റഗ്രൽ is equal to മൈനസ് y1 ഇൻറ്റു ഇൻ്റഗ്രൽ y2 r by w ഇൻറ്റു dx പ്ലസ് y2 ഇൻറ്റു ഇൻ്റഗ്രൽ y1 r by w ഇൻറ്റു dx. മൈനസ് a y1 പ്ലസ് b y2. a ഈക്വൽ ടു ഇൻ്റഗ്രൽ y2 r by w ഇൻറ്റു dx. ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് sec square x ആണ്. ഇൻ്റഗ്രൽ sin x ഇൻറ്റു sec square x ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു dx. sec square x എന്ന് പറഞ്ഞാൽ എന്താണ്? 1 by cos square x ആണ്. ഇൻ്റഗ്രൽ sin x ഇൻറ്റു 1 by cos square x ഇൻറ്റു dx. ഇനി 1 by cos square x എന്ത് ചെയ്യണം? 1 by cos x ഇൻറ്റു 1 by cos x സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ ഇൻ്റഗ്രൽ sin x by cos x ഇൻറ്റു 1 by cos x ഇൻറ്റു dx. sin x by cos x പറയുന്ന tan x ആണ്, 1 by cos x പറയുന്ന sec x ആണ്. ഇൻ്റഗ്രൽ sec x tan x dx. ഇൻ്റഗ്രൽ sec തീറ്റ tan തീറ്റ എന്താണ്? sec x. ക്യാപിറ്റൽ B ഈക്വൽ ടു ഇൻ്റഗ്രൽ y1 r by w ഇൻറ്റു dx ഈക്വൽ ടു ഇൻ്റഗ്രൽ cos x ഇൻറ്റു sec square x by 1 ഇൻറ്റു dx. ഇൻ്റഗ്രൽ cos x ഇൻറ്റു sec square x പറയുന്ന 1 by cos square x ഇൻറ്റു dx. ഇൻ്റഗ്രൽ 1 by cos x ഇൻറ്റു dx. ഇൻ്റഗ്രൽ sec x dx. log sec x പ്ലസ് tan x. പർട്ടിക്കുലർ ഇൻ്റഗ്രൽ is equal to മൈനസ് cos x ഇൻറ്റു sec x പ്ലസ് sin x ഇൻറ്റു log sec x പ്ലസ് tan x. Therefore, the general solution is y equal to complementary function plus particular integral c1 cos x plus c2 sin x minus cos x into sec x plus sin x into log sec x plus tan x. c1 cos x plus c2 sin x. The cos x into sec x എന്ന് പറയുന്നത് cos x into sec x എന്ന് പറയുന്നത് cos x ഇൻറ്റു 1 by cos x. അപ്പോൾ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ -1 എഴുതാം. അപ്പോൾ c1 cos x പ്ലസ് c2 sin x -1 പ്ലസ് sin x ഇൻറ്റു log sec x പ്ലസ് tan x. Fourth question. Solve y double dash plus 7y dash minus 8y equal to e raised to 2x. Auxiliary equation എന്ന് പറയുന്നത് m square plus 7m minus 8 equal to 0. m equal to 1 minus 8. Complementary function c1 e raised to x plus c2 e raised to minus x. ഇപ്പോൾ c1ൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നതിന് y1 എന്ന് കൊടുക്കുക, c2ൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നതിന് y2 എന്ന് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ w is equal to ഡിറ്റർമിനന്റ് y1 y2 y1 dash y2 dash. ഡിറ്റർമിനന്റ് e raised to x e raised to minus 8x e raised to x minus 8 e raised to minus 8x. അപ്പോൾ minus 8 e raised to minus 7x. e raised to minus 8x into e raised to x എന്ന് വരും. e raised to minus 7x minus e raised to minus 7x. അപ്പോൾ minus 9 e raised to minus 7x not equal to 0. Particular integral is equal to minus y1 into integral y2 r by w into dx plus y2 into integral y1 r by w into dx minus a y1 plus b y2. a equal to integral y2 r by w is equal to integral e raised to minus 8x into e raised to 2x divided by minus 9 e raised to minus 7x into dx. e raised to minus 8x into e raised to 2x എന്ന് പറയുന്നതാണ് e raised to minus 6x divided by minus 9 e raised to minus 7x into dx. അപ്പോൾ minus 1 by 9 into integral e raised to minus 6x into e raised to 7x into dx. minus 1 by 9 into integral e raised to x into dx. അപ്പോൾ integral e raised to x എന്ന് പറയുന്നത് e raised to x ആണ്. അപ്പോൾ minus 1 by 9 e raised to x. Capital B equal to integral y1 r by w into dx. Integral e raised to x into e raised to 2x divided by minus 9 e raised to minus 7x into dx.
integral e raised to 3x divided by minus 9 e raised to minus 7x into dx. Minus 1 by 9 e raised to 3x into e raised to 7x dx. Minus 1 by 9 integral e raised to 10x into dx. Minus 1 by 9 e raised to 10x divided by 10. Minus e raised to 10x divided by 90. Particular integral is equal to minus e raised to x into minus 1 by 9 e raised to x plus e raised to minus 8x into minus e raised to 10x by 90. E raised to 2x by 9 minus e raised to 2x divided by 90 equal to 9 e raised to 2x divided by 90 equal to e raised to 2x by 10. Therefore, the general solution is y equal to complementary function plus particular integral c1 e raised to x plus c2 e raised to minus 8x plus e raised to 2x by 10. This question, d square plus 2d plus 1 into y equal to e raised to minus x log x. Auxiliary equation പറയുന്നത് m square plus 2m plus 1 equal to 0. m equal to minus 1 minus 1. Complementary function c1 plus c2 x into e raised to minus x. അപ്പോൾ ഇതിൻ്റെ ബ്രാക്കറ്റൊക്കെ റിമൂവ് ചെയ്യുക. അപ്പോൾ c1 e raised to minus x plus c2 x into e raised to minus x. അപ്പോൾ c1ൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത് e raised to minus x എന്ന് പറയുന്ന y1 ആണ്. അതുപോലെ c2ൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത് x e raised to minus x എന്ന് പറയുന്നത് y2 ആണ്. അപ്പോൾ w is equal to determinant y1 y2 y1 dash y2 dash. അപ്പോൾ e raised to minus x x into e raised to minus x. അപ്പോൾ മൈനസ് e raised to minus x പ്രോഡക്റ്റ് ആണ് മൈനസ് എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ്. മൈനസ് എക്സ് ഇ റേസ് ടു മൈനസ് 2x പ്ലസ് ഇ റേസ് ടു മൈനസ് 2x പ്ലസ് എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് 2x ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് 2x നോട്ട് ഈക്വൽ ടു 0. Particular integral is equal to minus y1 into integral y2 r by w into dx plus y2 into integral y1 r by w into dx. Minus a y1 plus b y2. a equal to integral y2 r by w into dx. Integral x into e raised to minus x e raised to minus x log x divided by e raised to minus 2x into dx. e raised to minus xും e raised to minus xും കൂടെ ചേർന്ന് e raised to minus 2x ആവും ന്യൂമറേറ്റർ. അപ്പോൾ ഡിനോമിനേറ്ററിൽ ഒരു e raised to minus 2x ഉണ്ട്. അത് രണ്ടും കൂടെ ക്യാൻസൽ ആവും. നമുക്ക് കിട്ടുന്നത് ഇൻ്റഗ്രൽ എക്സ് ഇൻറ്റു ലോഗ് എക്സ് ഇൻറ്റു ഡി എക്സ്. അപ്പോൾ ലോഗരിതം വരുന്ന ഫംഗ്ഷനിലെല്ലാം ലോഗ് ആദ്യം വേണം എഴുതാൻ. അപ്പോൾ ഇൻ്റഗ്രൽ ലോഗ് എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു ഡി എക്സ്. അപ്പോൾ ഇത് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ആണ്. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലോഗ് എക്സ് ആണ്. സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ് ആണ്. log x into x square by 2 minus integral of 1 by x into x square by 2 into dx. log x into x square by 2 minus 1 by 2 into integral x into dx. log x into x square by 2 minus 1 by 2 into x square by 2. log x into x square by 2 minus x square by 4. Capital B equal to integral y1 r by w into dx. Integral e raised to minus x into e raised to minus x into log x divided by e raised to minus 2x into dx. e raised to minus 2x അങ്ങ് ക്യാൻസൽ ചെയ്ത് പോവും. ഇൻ്റഗ്രൽ log x into dx. ഇൻ്റഗ്രൽ log x into 1 into dx. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ആണ്. ഇപ്പോൾ log x into x മൈനസ് ഇൻ്റഗ്രൽ ഓഫ് 1 by x into dx. ഇപ്പോൾ log x into x മൈനസ് ഇൻ്റഗ്രൽ dx. ഇപ്പോൾ log x into x മൈനസ് x. Particular integral is equal to minus e raised to minus x into log x into x square by 2 minus x square by 4 plus x into e raised to minus x into log x into x minus x. Minus 1 by 2 log x into e raised to minus x into x square plus x square by 4 e raised to minus x plus x square e raised to minus x into log x minus x square e raised to minus x. 1 by 2 x square e raised to minus x log x minus 3 by 4 x square e raised to minus x. Simplify ചെയ്താണ്. But therefore the general solution is y equal to complementary function plus particular integral c1 e raised to minus x plus c2 x into e raised to minus x plus 1 by 2 x square e raised to minus x log x minus 3 by 4 x square e raised to minus x equal to c1 plus c2 x into e raised to minus x plus 1 by 2
h square e raised to minus h log x minus 3 by 4 h square e raised to minus x. Sixth question ആണ് d square y by dx square plus 3 into dy by dx plus 2y equal to 3 into e raised to minus 2x plus x. പോൾസർ ഇക്വേഷൻ പറയുന്നത് m square plus 3m plus 2 equal to 0 m equal to minus 1 minus 2. ഇപ്പോൾ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എന്ന് പറയുന്നത് c1 e raised to minus x plus c2 e raised to minus 2x. c1 y1 plus c2 y2. Particular integral minus y1 into integral y2 r by w into dx plus y2 into integral y1 r by w into dx minus a y1 plus b y2. W is equal to determinant y1 y2 y1 dash y2 dash. Determinant e raised to minus x e raised to minus 2x minus e raised to minus x minus 2 into e raised to minus 2x. അപ്പോൾ minus 2 e raised to minus 3x plus e raised to minus 3x equal to minus e raised to minus 3x not equal to 0. A equal to integral y2 r by w into dx. Integral e raised to minus 2x into 3 into e raised to minus 2x plus x divided by minus e raised to minus 3x into dx. 3 into e raised to minus 4x plus x into e raised to minus 2x divided by minus e raised to minus 3x into dx. Minus 3 integral e raised to minus x into dx minus integral x into e raised to x into dx. Minus 3 into minus e raised to minus x minus integration by parts ആണ് x into e raised to x minus integral of e raised to x into dx. 3 into e raised to minus x minus x e raised to x plus e raised to x. Capital B equal to integral y1 r by w into dx. Integral e raised to minus x into 3 into e raised to minus 2x plus x divided by minus e raised to minus 3x into dx. Integral 3 into e raised to minus 3x plus x into e raised to minus x divided by minus e raised to minus 3x into dx. Minus 3 integral dx minus integral x into e raised to 2x into dx. അപ്പോൾ minus 3x മറ്റേ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ആണ് minus x into e raised to 2x by 2 minus integral of e raised to 2x by 2 into dx minus 3x minus x into e raised to 2x by 2 plus e raised to 2x by 4. Particular integral is equal to minus e raised to minus x into 3 e raised to minus x minus x e raised to x plus e raised to x plus e raised to minus 2x into minus 3x minus x into e raised to 2x by 2 plus e raised to 2x by 4. Minus 3 e raised to minus 2x plus x minus 1 minus 3x into e raised to minus 2x minus x into e raised to 0x by 2 plus 1 by 4 e raised to 0x. Minus 3 e raised to minus 2x minus 3x into e raised to minus 2x plus x by 2 minus 3 by 4. Therefore, the general solution is y equal to complementary function plus particular integral c1 e raised to minus x plus c2 e raised to minus 2x minus 3 e raised to minus 2x minus 3x e raised to minus 2x plus x by 2 minus 3 by 4.